ഈ അതിഉഷ്ണ സമയത്ത് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു എ സി അങ്ങ് വാങ്ങിയാലോ എന്ന്. പക്ഷെ പണത്തിന്റെ കാര്യം, കറണ്ടിന്റെ ബില്ലിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് പല ആളുകളും എ സി വാങ്ങാത്തത്. എന്നിരുന്നാലും കുറച്ച് പൈസയൊക്കെ നുള്ളിപ്പെറുക്കിക്കൊണ്ട് ഒരു എ സി എടുക്കാൻ ഒരു കടയിൽ പോകുമ്പോൾ അവരുടെ വാക്ക് മാത്രം കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യനൊക്കെ പറഞ്ഞ വാക്കും കേട്ടോ ഏതെങ്കിലും ഒരു എ സി വാങ്ങി വരുന്നു. കുറച്ച് ദിവസങ്ങൾ തണുപ്പിലൂടെ ഒക്കെ കിടന്നുറങ്ങും. പക്ഷേ അതുവരെ ഉഷ്ണം മാത്രം സഹിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യന് പിന്നീട് സഹിക്കേണ്ടി വരിക കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഒരു വലിയ ബാധ്യത കൂടെയാണ്, അല്ലെ? അപ്പൊ നുള്ളിപ്പെറുക്കി വാങ്ങുന്ന പണം കൊണ്ട് വാങ്ങുന്ന എ സിയിൽ എന്തൊക്കെ ഫീച്ചർ വേണം, എങ്ങനെയുള്ള എ സി വാങ്ങണം എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മണ്ടത്തരത്തിൽ പോയി പെടുന്നത്. വെറും 5 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് നല്ല കിടിലൻ എ സിയും വാങ്ങാം, തണുപ്പിൽ കിടക്കാം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കുറഞ്ഞ സമാധാനത്തോടുകൂടി ജീവിക്കാനും കഴിയുമെന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാം. 5 കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ റൂമിന്റെ വലിപ്പമാണ്. റൂമിന്റെ വലിപ്പം ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം, ഒരു 10-10 റൂമാണ് എന്ന് ധരിക്കുക. അങ്ങനെ ഒരു 10-10 റൂമിലേക്കാണ് നിങ്ങൾ എ സി വാങ്ങുന്നതെങ്കിൽ ഒരു 3/4 ടൺ എ സി വാങ്ങാം. 0.8 എ സി ആണ് നമ്മൾ വാങ്ങേണ്ടത്. സാധാരണക്കാരന്റെ വീട് എപ്പോഴും ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-10 റൂം അല്ലെങ്കിൽ 8-10 റൂം ആയിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമുള്ള അപ്സ്റ്റെയർ ഇല്ലാത്ത ഒരു വീടാണെങ്കിൽ നമുക്ക് ഒരു 1 ടൺ എ സി വരെ ഒരു 10-10 റൂമിൽ വെക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഡയറക്റ്റ് ആ ഒരു മതിലിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ടെറസിലേക്ക് ഹിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റൂമിലെ ഹ്യൂമിഡിറ്റി വലിയ രീതിയിൽ കൂടുതലായിരിക്കും. സാധാരണ മുകളിലേക്ക് ഒരു റൂമുള്ള വീടാണെങ്കിൽ താഴേക്ക് ചൂട് ക്രമാതീതമായ കുറവുണ്ടാവും, അല്ലെ? അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുന്ന എ സി എപ്പോഴും ഒരു 8 മതി, അതായത് ഒരു 3/4 ടൺ മതി. അതേസമയം അതേ റൂം മുകളിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു 1 ടൺ എടുക്കുകയായിരിക്കും നല്ലത്. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ എ സി വളരെ പെട്ടെന്ന് കട്ട് ഓഫ് ആയിരിക്കണം. ഒരു 5 സ്റ്റാർ എ സി എടുത്താൽ പോലും അത് നിരന്തരം പണിയെടുക്കുമ്പോൾ കംപ്രസർ അവിടെ മരിച്ച് പണിയെടുക്കും ബംഗാളികളെ പോലെ. അതിനനുസരിച്ച് കറണ്ട് ബില്ലിലെ മാറ്റങ്ങളും ഉണ്ടാവും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു റൂം കട്ട് ഓഫ് ആയി കിട്ടണം എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം. റൂമിന്റെ സൈസ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് സ്റ്റാർ റേറ്റിംഗ് ആണ്. ഒരു എ സി വാങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു 5 സ്റ്റാർ വാങ്ങണമെന്ന്. 5 സ്റ്റാർ വാങ്ങുമ്പോൾ വലിയ രീതിയിൽ പണം വേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് തണുപ്പ് മാത്രം പോരാ, കറണ്ട് ബില്ലും കൂടി കുറയ്ക്കണം. അപ്പൊ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് വാങ്ങുക. 5 സ്റ്റാർ റേറ്റിംഗ് വാങ്ങുമ്പോൾ ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ഒരു വർഷത്തിൽ എത്ര യൂണിറ്റ് ആണ് ഇത് നിരന്തരം വർക്ക് ചെയ്യിക്കുമ്പോൾ കമ്പനി അവകാശപ്പെടുന്ന യൂണിറ്റ് എന്ന് നോക്കുക. അതിൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും, പെർ യൂണിറ്റ് ഇയർലി എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് 700 താഴെ വരുമ്പോൾ അത് അടിപൊളി എ സി ആയിരിക്കും. 700 750ന്റെ പിറകിലോട്ട് താഴോട്ട് എപ്പോഴും വരാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള എ സി എടുക്കുമ്പോൾ കറണ്ട് ബില്ല് പെർ ഇയർലി ഇത്രയാണ് കൊടുത്തതെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര 40 പൈസയാണ് തോന്നുന്നു, അല്ലെ? അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം ഇത്രയേ വരൂ. അപ്പൊ മുൻകൂട്ടി തന്നെ നമുക്ക് ആ ഒരു എ സിയുടെ ഇലക്ട്രിസിറ്റി എത്രത്തോളം ഒരു വർഷം വരുന്നു എന്ന് ഒരു മാസത്തിലേക്ക് നമുക്ക് കണക്കാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത് അതേ ഒരു പോർഷനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് ഇത്ര വർക്ക് ചെയ്യും എന്നുള്ളത്. അതായത് ഇതിന്റെ ഒരു കപ്പാസിറ്റി, ഒരു കൂളിംഗ് കപ്പാസിറ്റി അത് എപ്പോഴും 5000 ആണ് എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ആ എ സി വാങ്ങാന്നുള്ളതാണ്. കാരണം 5 സ്റ്റാറില് 5000 കിലോ വാട്ടിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ പെർ ഇയർലി വളരെ കുറഞ്ഞ ഒരു എ സി ആണെങ്കിൽ അടിപൊളിയാവും. കാരണം കറണ്ട് ബില്ലും കുറയും. വളരെ പെട്ടെന്ന് 5000 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂളാക്കാനുള്ള കപ്പാസിറ്റിയാണ് കംപ്രസറിൻ്റെത്. പെട്ടെന്ന് തണുപ്പിക്കും റൂമിനെ. കട്ട് ഓഫ് അവിടെ കിട്ടുകയും ചെയ്യും. കുറഞ്ഞ സമയത്ത് തണുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. ആ ഒരു തണുപ്പിനെ നിലനിർത്താൻ വല്ലപ്പോഴും ഒന്ന് കംപ്രസർ ഒന്നൊന്ന് മൂളും, അത്രേ ഉള്ളൂ. അത് സിമ്പിൾ ആണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി 5 സ്റ്റാർ റേറ്റിംഗ് ആണോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എ സി എടുക്കുന്ന സമയത്ത് ഇൻവെർട്ടർ എ സി എടുക്കാൻ ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ എ സികൾ ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ല കാര്യം. ഇൻവെർട്ടർ എ സികൾ ഏതൊക്കെയാണ് കൊടുത്തു നോക്കുക. അതേ ഇൻവെർട്ടർ എ സി ഇനി ഏതൊരു എ സി ആണെങ്കിലും അതിന്റെ കോയിൽസ് കോപ്പർ ആണോ എന്ന് നോക്കുക. ഇൻഡോറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലോവർ തിരിഞ്ഞാണല്ലോ നമുക്ക് തണുപ്പ് കിട്ടുന്നത്. ഈ ബ്ലോവറിനെ ആവരണം ചെയ്തിരിക്കുന്നത് ഒരു അലുമിനിയോ അല്ലെങ്കിലോ ഒരു കോപ്പറോ കോയിൽസ് ആയിരിക്കും. ഈ കോയിലിന്റെ ഉള്ളിലൂടെ ഗ്യാസ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് അവിടെ കൂള് കിട്ടുന്നത്. ആ കൂളിനെയാണ് ബ്ലോവർ നമുക്ക് എത്തിച്ചേരുന്നത് തണുപ്പായിട്ട്. അപ്പൊ ആ ഒരു കോയിൽസ് അതൊരിക്കലും അലുമിനിയം ആവരുത് എന്നുള്ളതാണ്. അലുമിനിയം വെള്ളം നിരന്തരം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോൾ വീഴും, പെട്ടെന്ന് ഗ്യാസ് ലീക്ക് വരും, കംപ്ലൈന്റ് വരും, ഓയിൽ ലീക്കൊക്കെ വന്ന് വലിയ മാരക രോഗങ്ങൾക്കും കാരണമാവുന്നു എന്നുള്ളതാണ്. അത് കോപ്പർ ആണെങ്കിൽ പെട്ടെന്ന് തണുക്കുകയും യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റും വളരെ പെട്ടെന്നൊന്നും വരില്ല. കുറെ കാലങ്ങളോളം വർക്ക് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സിക്ക് അവർ കൊടുക്കുന്ന ഒരു വാറണ്ടി ഉണ്ട്.
അത് പല കമ്പനികൾക്കും പല രീതിയിലുള്ള വാറണ്ടികളാണ് കൊടുക്കുക. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോറിന് പലപ്പോഴും ഒരു 1 ഇയറേ കൊടുക്കുകയുള്ളൂ. ഇൻഡോർ വലിയ രീതിയിൽ കംപ്ലൈന്റ് വരാറൊന്നുമില്ല. പക്ഷെ അതിൽ കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ള ഒരു സാധനം ബോർഡാണ്. ഒരുപാട് ഫംഗ്ഷൻസ് വരുമ്പോൾ ബോർഡിന് കംപ്ലൈന്റ് വരും. ഇപ്പോൾ വൈഫൈ കണക്ഷനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ബോർഡിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അട്ടം നോക്കേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചർ ഉള്ള സാധനം വാങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും സ്റ്റെബിലൈസർ ഇല്ലാതെ എ സി വർക്ക് ചെയ്യാൻ നോക്കും. അത് കമ്പനി അവകാശപ്പെടുന്നത് വേണ്ട, വിത്തൗട്ട് സ്റ്റെബിലൈസർ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ആ ഒരു റിസ്ക് എടുക്കരുത്. ഒരു 3000 അല്ലെങ്കിൽ ഒരു 2000 അതിനുള്ളിൽ വരുന്ന ഒരു സ്റ്റെബിലൈസർ വാങ്ങി വെക്കേണ്ട ഒരു തെറ്റുമില്ല. വലിയ കറണ്ട് പെട്ടെന്ന് വന്നാൽ എ സി കത്തിപ്പോവും. പക്ഷേ സ്റ്റെബിലൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം, ആ ഒരു റിസ്ക് നമുക്ക് അവിടുന്ന് മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നോക്കാനുള്ളൂ. ഇനി ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു എ സി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അടങ്ങിയ എ സികൾ കിട്ടാൻ സാധ്യത കുറവ്. അപ്പൊ ഞങ്ങൾ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ ഇടുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സികൾ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോ വാട്ട്, ഇത്ര കിലോ വാട്ട്, ഇപ്പൊ ഒരു 5000 കിലോ വാട്ട് ആണ് ഒരു എ സിയുടെ കപ്പാസിറ്റി എങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അതിനുള്ളിൽ എ സി കട്ട് ഓഫ് ആവും എന്നുള്ളതാണ് ഒരു കമ്പനി അവകാശപ്പെടുന്നത്. അപ്പൊ അത് എത്രത്തോളം ഉള്ളത് എന്ന് നോക്കുക. അതുകൂടെ തന്നെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഇയർലി ഇത്ര യൂണിറ്റ്, കുറഞ്ഞ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് 700 മുതലൊക്കെയാണ്. 700ന്റെ പിറകിലോട്ട് വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള എ സി ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് കോപ്പർ കോയിൽസ് ആണോ ഇതിന് പൂർണ്ണമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല നല്ല എ സികൾ കിട്ടും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഒരു ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 50% നീതി പുലർത്തുന്ന എ സി വാങ്ങുന്നതായിരിക്കും നല്ലത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. അത് ഒന്നാമത്തെ കാര്യം, കംപ്ലൈന്റ് ഉണ്ടാവാതെ വൃത്തിയിൽ വർക്ക് ചെയ്യിക്കുന്ന ഒരു എ സി ആയിരിക്കണം എന്നുള്ള. സ്റ്റാർ റേറ്റിംഗ് 5 4 നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് ഈ കമ്പനിയുടെ അതായത് ഏതെങ്കിലും ഒരു നല്ല കമ്പനി എടുക്കുന്നുള്ള, വാറണ്ടി നന്നായി തരുന്ന കമ്പനിയാണോ എന്ന് നോക്കുക. കോയിൽസ് അത് കോപ്പർ ആണോ എന്ന് നോക്കുക. ഇത്രയും മാത്രം നോക്കിയാൽ മതി, നമുക്ക് നല്ല അടിപൊളി എ സി എടുക്കാൻ കഴിയും. അപ്പൊ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ റൂമിനനുസരിച്ചിട്ടാണ് നമ്മൾ എ സി നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ കമ്പനി ഈ ഒരു ഇൻസ്റ്റാളേഷൻ ചാർജ് നമ്മളൊക്കെ ഒന്ന് വാങ്ങുന്നുണ്ടോ നോക്കുക. ചില കമ്പനിയൊക്കെ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ കിട്ടും. ഒരു സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്ന എ സി, ഏറ്റവും കുഴപ്പമില്ലാത്തൊരു എ സി, ഞാൻ ഏറ്റവും കൂടുതൽ ഫിറ്റ് ചെയ്ത എ സി എന്ന് പറഞ്ഞാൽ ജനറൽ അതേപോലെ മിസ്റ്റുബിഷി എന്ന എ സികളാണ്. വളരെ കുറച്ച് കംപ്ലൈന്റ് മാത്രം വന്ന കമ്പനികളാണ് ഈ ഒരു മിസ്റ്റുബിഷിയുടെയും ജനറലിലെയും. പക്ഷെ ഒരു സാധാരണക്കാരന് ഒരിക്കലും അത് എത്തിപ്പിടിക്കാൻ കഴിയില്ല, അത്രയധികം റേറ്റ് ഉണ്ട്. പിന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വാങ്ങാൻ കഴിയുന്ന വോൾട്ടാസിന്റെ എ സികൾ, 3 ടൺ മുതലുള്ള എ സികൾക്ക് വലിയ റേറ്റ് ഇല്ല. എന്നാൽ കോപ്പർ കോയിൽസും സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു അവരുടെ 3 ടൺ. അത് ഇയർലി മാറുന്നുള്ളതാണ്. ഈ വർഷത്തെ 5 സ്റ്റാർ ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് 4 സ്റ്റാർ ആവും. അത് അങ്ങനെയാണ്. അത് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ അവർക്ക് ആ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ചതിന് ശേഷം കൊടുക്കുന്നത്. ആ ഒരു കാര്യം കൃത്യമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും ധരിച്ചു വെക്കുന്നത്. റൂമിന്റെ മുകളിൽ വെക്കുന്ന കംപ്രസർ, അതായത് വീടിന്റെ മുകളിലായിരിക്കും പല ആളുകളും കംപ്രസർ വെക്കുക. കംപ്രസറിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40 മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വരെയാണ് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ അതേ കംപ്രസർ അതേ ചൂടിൽ തന്നെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ പണി കിട്ടും. കാരണം കംപ്രസറിന്റെ ഭാഗം ഭയങ്കര ചൂടായിരിക്കും. കാരണം കംപ്രസർ പണിയെടുത്തിട്ട് വേണം അവിടെ നമ്മളെ ഇൻഡോറിലേക്ക് തണുപ്പെത്തിക്കാൻ. ആ സമയത്ത് ഇതിന്റെ അടുത്തുള്ള കണ്ടൻസറിൽ നിന്നും പുറത്തേക്ക് ചൂട് കാറ്റ് തള്ളി വിടുന്നുണ്ടാവും. അതൊരിക്കലും ഒരു വീടിന്റെ മറ്റുള്ള വീടുകളിലേക്ക് വിടാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും, നല്ല ചൂടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴും കണ്ടൻസർ ഇരിക്കുന്ന ഭാഗവും സേഫ് ആയിരിക്കണം. അവിടേക്ക് ഡയറക്റ്റ് ചൂട് തട്ടാത്ത രീതിയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനെ മുകളിൽ മൂടി ഇടരുത് ഒരിക്കലും. അതിന്റെ പുറം ഭാഗത്തേക്ക് എന്തെങ്കിലും വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം അങ്ങനെ നീട്ടി കൊണ്ടുപോകണില്ല. നല്ല എ സി വാങ്ങുക, കറണ്ട് ബില്ല് കുറയ്ക്കുക, സമാധാനത്തോടുകൂടി തണുത്ത് ഉറങ്ങുക.